നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ചെണ്ടുമല്ലി കൃഷിയുടെ സമയമാണ്. ഇത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ കാരണം, ഓണത്തിന് വിളവെടുക്കുന്ന തരത്തിൽ ചെണ്ടുമല്ലി കൃഷിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ജൂൺ അവസാന ദിവസങ്ങളിലായിട്ടാണ് നടാൻ ഏറ്റവും നല്ലത്. ഇത് പറയാനുള്ള കാരണം, നമുക്കൊരു ചെണ്ടുമല്ലി തൈ കിട്ടുന്ന സമയത്ത് ഏകദേശം ഇത്ര വലിപ്പം ഇല്ലെങ്കിലും, ഞങ്ങൾ പറയുമ്പോൾ 1, 2, 3 ഇത് 4 സ്റ്റെപ്പൊക്കെ ആയി, നമുക്കിതിൻ്റെ ഒരു 1/4 ഭാഗം വലിപ്പമുള്ള ഒരു തൈയാണ് കിട്ടുക. ഏകദേശം 20 മുതൽ 30 ദിവസം വരെ വളർച്ചയുള്ള തൈകളാണ് നമ്മളെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ 20 മുതൽ 30 ദിവസം വരെയുള്ള തൈകൾ കിട്ടി, അത് നമ്മൾ കുഴിച്ചിട്ടാൽ ആ വിത്തിട്ട് 45-50 ദിവസം ആകുമ്പോഴേക്കും ആദ്യത്തെ മൊട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. ആ മൊട്ട് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തുടർച്ചയായി ബാക്കി മൊട്ടുകളും വരും. അപ്പോൾ ഈ പ്രാവശ്യം ഓണം വരുന്നത്, അതായത് അത്തം വരുന്നത് സെപ്റ്റംബർ 5 ഈ സെപ്റ്റംബർ 5 മുതൽ 5 ആവുമ്പോഴേക്കും പൂ പൊട്ടിച്ച് തുടങ്ങണം. അങ്ങനെ 10 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് പൂ കിട്ടണം. അതാണ് നമ്മൾ ഓണക്കാലത്തെ വിപണി ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയ 25 ദിവസം അല്ലെങ്കിൽ 20, 25, 30 ദിവസം പഴക്കമുള്ള ഒരു തൈ കുഴിച്ചിട്ടാൽ, ആ തൈ കുഴിച്ചിട്ട് ഒരു 15-20 ദിവസം ആകുമ്പോഴേക്കും മുട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജൂൺ അവസാനം അല്ലെ ജൂലൈ 1-ാം തീയതി എന്ന് കണക്കാക്കിയിട്ട്, ഒരു ഉദാഹരണം പറയുന്നു, ജൂലൈ 1-ാം തീയതി എന്ന് കണക്കാക്കിയിട്ട് നമ്മളൊരു ചെണ്ടുമല്ലി തൈ കുഴിച്ചിടുകയാണെങ്കിൽ അവിടെ നിന്നും ഏകദേശം ജൂലൈ, ഓഗസ്റ്റ് 30-60 ദിവസം, പിന്നെ ഒരു 65 ദിവസം മുന്നിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൈ കുഴിച്ചിട്ട് വളരെ വേഗത്തിൽ മൊട്ട് വന്നാൽ ഓണത്തിൻ്റെ വളരെ മുന്നേ തന്നെ ഇതിൽ പൂവുണ്ടായിത്തീരും. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെയും അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെയും ഞങ്ങൾ പാലക്കാട് കൃഷി ചെയ്യിപ്പിച്ചതും ഞങ്ങൾ ചെയ്തതിൻ്റെയും അനുഭവത്തിൽ പറയുന്നത്, നമ്മൾ ഈ ഏകദേശം 65 ദിവസം 60 ദിവസം കണക്കാക്കിയിട്ട് മുന്നേ വെക്കുകയാണ് നല്ലത്. ഇപ്പോൾ ധാരാളം തൈകൾ വിപണിയിൽ എത്തുന്നുണ്ട്. അത് തൈ വിൽപ്പനക്കാരുടെ മത്സരമാണ്. അതായത് അവർ കൊടുക്കുന്ന തൈ ആളുകൾ വാങ്ങുന്നു, വെക്കുന്നു. ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഈ ഞാൻ പറഞ്ഞ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ 1 വെച്ച് കൊടുത്താൽ മതി. ഉദാഹരണത്തിന് ജൂലൈ 1-ാം തീയതിയാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ വരമ്പ് അല്ലെങ്കിൽ തിണ്ട് ഉണ്ടാക്കണം. ഒരടിയെങ്കിലും ഉയരത്തിൽ തിണ്ടുണ്ടാക്കണം, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ. ഇനിയല്ല, മഴ പെയ്താൽ സാധാരണ പറമ്പിൽ നിന്ന് പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന മണ്ണാണെങ്കിൽ ചെറിയ കുഴി ഉണ്ടാക്കിയാൽ മതി. ഇത് രണ്ടും നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ച് തയ്യാറാക്കി വെക്കുക. അപ്പോൾ വെള്ളക്കെട്ട് കൂടുതലുണ്ടെങ്കിൽ വരമ്പുണ്ടാക്കി വെച്ച് കൊടുക്കാനും, വെള്ളക്കെട്ട് ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ കുഴി കുത്താനും വേണം. ഒരു ചെടിയും അടുത്ത ചെടിയും വരിയും നിരയുമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന അകലം എന്ന് പറഞ്ഞത് 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 70 സെൻറ്റിമീറ്റർ. ഒരു ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലേക്കുള്ള ദൂരം 60 സെൻറ്റിമീറ്റർ അകലത്തിലേക്ക് വെച്ച് കൊടുക്കും. അത് വരിയും നിരയായിട്ട് അങ്ങനെ വെച്ചു കൊടുക്കും. നമുക്ക് നടന്നു പോകാനും ഇതിൻ്റെ ഇലപ്പടർപ്പ് വളരാനുള്ള സ്ഥലം. അപ്പോൾ നല്ല നീർവാർച്ചയുള്ള ധാരാളം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം കണ്ടെത്തുക. ആ സ്ഥലത്ത് കട്ടയുടച്ച് ഇനി കൊത്തിക്കിളക്കിയൊന്നും വേണ്ട. ഞങ്ങളുടെ സിസ്റ്റം പറയുന്ന ഇത് എന്താ വെച്ചാൽ, കുഴി ഉണ്ടാക്കുക. കുഴി പറഞ്ഞ ഒരു 15 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആഴെങ്കിലുള്ള ഒരു കുഴി, 20 സെൻറ്റിമീറ്റർ ആളുള്ളൊരു കുഴി ഉണ്ടാക്കുക. വരമ്പാണെങ്കിൽ വരമ്പ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം വരമ്പിൽ കുഴി ഉണ്ടാക്കുക. വരമ്പുണ്ടാക്കുമ്പോൾ 1/4 ഭാഗം വരമ്പുണ്ടാക്കിയതിൻ്റെ ശേഷം അതിന് മുകളിലായിട്ട് 1/4 ഭാഗം ഹൈറ്റിൽ വരമ്പുണ്ടാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ ഹൈറ്റിൽ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് എല്ലുപൊടിയും വേപ്പ് മണ്ണാക്കും, കാലിവളം, ചാണകപ്പൊടി, ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടിയാണെങ്കിൽ അതും കൂടി വെതറുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മണ്ണ് കൊത്തിയിടുക. എന്താ വെച്ചാൽ ഈ എല്ലുപൊടിക്ക് ഫംഗസ് വരാനുള്ള സാധ്യത ഉണ്ട് ചാണകപ്പൊടിക്ക്. അപ്പോൾ ഇത് അതിൻ്റെ മേലെ ഒരു ലെയർ മണ്ണ് വന്നാൽ അത് മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞു പിടിച്ചോളും. അങ്ങനെ അടിവളം കൊടുക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം, അത് ഒരാഴ്ച മുന്നേ ചെയ്തു വെച്ചാൽ, പിന്നെ തൈ കിട്ടുന്ന സമയത്ത് പിള്ളക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ കുഴികൾ ഉണ്ടാക്കുക ഈ വരമ്പിൻ്റെ മുകളിൽ. ആ വരമ്പിൻ്റെ മുകളിലെ പിള്ളക്കുഴിയിലേക്ക് ഒരു 1/2 ചിരട്ട വേപ്പ് മണ്ണാക്കും, പിന്നെ മണ്ണിര കമ്പോസ്റ്റും, ഒരു 1/4 സ്പൂൺ 1/2 സ്പൂൺ വാമും ഇട്ട് കൊടുക്കുക കുഴിയിലേക്ക്. അതിലേക്കാണ് ഈ തൈ ഇറക്കി വെക്കേണ്ടത് കേട്ടോ.
ഇനി നിലത്താണ് നിങ്ങൾ കുഴിച്ചിടണമെങ്കിൽ 20 സെൻറ്റിമീറ്റർ എങ്കിലും ആഴമുള്ളൊരു കുഴി ഉണ്ടാക്കുക. 20 സെൻറ്റിമീറ്റർ ആഴം തന്നെ കൈക്കോട്ടുകൊണ്ട് 2 കൊത്ത് കൊത്തുമ്പോഴേക്കും അത്രയും ആഴമായി. ആ ആഴമുള്ള കുഴിയിലേക്ക് നിങ്ങൾ ഇതേപോലെ അടിയിൽ കുറച്ച് വേപ്പും മണ്ണാക്കും, എല്ലുപൊടിയും, ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഇട്ടിട്ട് ആ കുഴി ഒന്ന് ചെറുതായിട്ട് മണ്ണിട്ട് മൂടുക. ആ മണ്ണിട്ട് മൂടിയതിൻ്റെ മുകളിലേക്കാണ് ട്രേയിൽ നിന്നും ഇങ്ങനെ വേരോട് കൂടി പറിച്ചെടുത്ത ചെടി വെക്കേണ്ടത്. മണ്ണിട്ട് മൂടിയതിൻ്റെ ശേഷം അതിന് മുകളിലേക്ക് വെക്കുക. അതിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് മണ്ണിര കമ്പോസ്റ്റും വേപ്പും മണ്ണാക്കും, വളരെ കുറച്ച് വേപ്പും മണ്ണാക്കും, ഒരു അര സ്പൂണ് വാമും വിതറി കൊടുക്കുക. ഇതിൻ്റെ കടഭാഗം മൂടി കൊടുക്കുക. ഇത്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ നടുന്ന രീതി ഞാൻ പറഞ്ഞു. ഇനി വളരെ ശ്രദ്ധിക്കുക, നട്ട് കഴിഞ്ഞ് 10 ദിവസമായി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഉണ്ട് കേട്ടോ. ഞാനതൊന്ന് കത്തിയൊക്കെ കാണിക്കാം. നമ്മൾ കത്തി അല്ലെങ്കിൽ കത്രിക, സിസേഴ്സ് എടുക്കുക. കത്തി അല്ലെങ്കിൽ കട്ടർ എടുത്തതിന് ശേഷം അത് നമ്മളുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ആ കത്തി ഒന്ന് അണുവിമുക്തമാക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് കത്തി അണുവിമുക്തമാക്കുക. ഇപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് പ്രൂണിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ഫസ്റ്റ് പ്രൂണിങ് നട്ട് 10-ാം ദിവസം പ്രൂൺ ചെയ്യുക. വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രൂണിങ് ആണ്. നട്ട് 10-ാം ദിവസം പ്രൂണിങ്, ഇപ്പോൾ നമ്മളെ തൈ ഇത്ര വലിപ്പം ഉണ്ടാവില്ല, ഇതിനേക്കാൾ കുറച്ച് ചെറുതായിരിക്കും. നട്ട് 10-ാം ദിവസം ആകുമ്പോഴേക്കും 3 സ്റ്റെപ്പ് ഇലകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 3 സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ അടിയിൽ അതിനെ ഒരു സ്റ്റെപ്പായിട്ടും അതിൻ്റെ ആ ബീജപത്രിയായിട്ട് വരുന്ന ഫസ്റ്റ് വരുന്ന ഇല അത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് സെക്കൻഡ് സ്റ്റെപ്പ്, ഇത് തേർഡ് സ്റ്റെപ്പ്, ഇങ്ങനെ 3 സ്റ്റെപ്പ് ഇലകൾ നമ്മൾ നട്ട് 10-ാം ദിവസം ആകുമ്പോൾ, 10-ാം ദിവസം തന്നെ ആക്ച്വലി 30 + 10 40 ദിവസം ആവട്ടെ. അങ്ങനെ വരുന്ന ആ തൈയിൻ്റെ ഈ ഭാഗമാണ് ഞാൻ മുറിക്കുന്നത്. 3 സ്റ്റെപ്പ് നിർത്തിയിട്ട് മുറിക്കാൻ. ഇനി എല്ലാം 3 സ്റ്റെപ്പ് ആകുന്നു അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് മുറിക്കാം കേട്ടോ. 2 സ്റ്റെപ്പ്, ഞാൻ 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് മുറിക്കും. കാരണം ഞാൻ അങ്ങനെ ചെയ്ത് എനിക്ക് ശീലമുണ്ട്. ഞാൻ ഇതിലും 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കാണിക്കും. ഇതിനെ 1 സ്റ്റെപ്പ് എന്നും ഇതിനെ 2ാമത്തെ സ്റ്റെപ്പ് എന്നും പറയും, ഇതിനെ 3ാമത്തെ സ്റ്റെപ്പ്, 2ഓ 3ഓ സ്റ്റെപ്പ് വെച്ചിട്ട് മുറിക്കുക. അപ്പോൾ അണുവിമുക്തമാക്കിയ കത്തിയിടുക. ഉച്ച സമയത്ത് മുറിക്കുക. എന്തിനാ ഉച്ച സമയത്ത് മുറിക്കുന്നത് വെച്ചാൽ ഈ മുറിച്ച സ്ഥലത്ത് വെള്ളം എന്തെങ്കിലും പിന്നെ വരികയാണെങ്കിൽ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉച്ച സമയത്താകുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ മുറിവായ ഉണങ്ങും. നമുക്ക് ചിലവില്ലാണ്ട് തന്നെ സൂര്യൻ തന്നെ അത് അണുവിമുക്തമാക്കി തരും. ഒന്ന് അല്ല, നിങ്ങൾ പിന്നെ മുറിച്ച് കഴിഞ്ഞാൽ സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ് കലക്കി ലൈറ്റായിട്ട് ഇതിൻ്റെ മേലെ സ്പ്രേ ചെയ്യുക. എപ്പോഴും ഉച്ച സമയം, നമ്മൾ കുറച്ച് വെയിൽ കൊണ്ടാലും ചെടി നല്ല കരുത്തിലും ചീഞ്ഞു പോകാതിരിക്കും. ഇനി ഈ മുറിക്കുന്ന സമയത്ത് മഴയുണ്ടെങ്കിൽ ഇത് പോട് ആയിട്ടുള്ള നടുദ്വാരം പോലുള്ള തണ്ടുകളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും, നിങ്ങളെ ചെടി പൂർണ്ണമായും ചീഞ്ഞു കൂട്ടുക. രാവിലെയാണ് എനിക്ക് സമയം മുറിക്കാൻ എന്ന് പറഞ്ഞാൽ രാവിലെ മുറിക്കേണ്ട, വൈകുന്നേരമാണെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം മുറിക്കേണ്ട. എപ്പോഴാണോ മഴ പെയ്യുന്നത് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ മഴ പെയ്യാൻ ഈ 10 ദിവസം എന്ന് പറഞ്ഞത് 10 ദിവസം കണക്കാക്കേണ്ട. 9-ാം ദിവസം നല്ല മഴയില്ലാതെ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ അന്ന് മുറിക്കാം, 11-ാം ദിവസം മുറിക്കാം, 12-ാം ദിവസം മുറിക്കാം. അപ്പോൾ അണുയുക്തമാക്കിയ കത്തി ഉപയോഗിച്ച് 1, 2, 3 സ്റ്റെപ്പ് കഴിഞ്ഞതിൻ്റെ ഈ തല ഞാൻ മുറിച്ചു. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാർഡായിട്ടുള്ള ഈ 2 സ്റ്റെപ്പ്, നിങ്ങൾ 3 സ്റ്റെപ്പിൽ മുറിച്ചോളൂ കേട്ടോ. ഞാൻ വേറൊരു ആവശ്യം കൂടി ഉണ്ട്, അതുകൊണ്ട് ഈ 2 സ്റ്റെപ്പിൽ ഞാനിത് മുറിച്ചു. മുറിക്കുമ്പോൾ ഈ ഇലഞ്ഞെട്ടിയായി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു 1/2 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് ഞാൻ മുറിച്ചു കേട്ടോ. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞ നമ്മളെ ചെടിയുടെ രൂപമാണിത്. ഈ ഇങ്ങനൊരു പിന്നെ ഇലഞ്ഞെട്ടിയോട് കൂടി ഒരു കഷ്ണവും കൂടി നമുക്ക് കിട്ടി. ഇത് ഒരിക്കലും കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ചെടിയുടെ അവിടെ അല്ലാതെ വേറൊരു വരമ്പ് ഉണ്ടാക്കിയതിന് ശേഷം മുറിക്കുന്ന തലപ്പുകളെല്ലാം ഈ ഇലഞ്ഞെട്ടി ഭാഗം മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന തരത്തിൽ ഇത്ര ആഴത്തിൽ ഒരു വടി ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഇത് മണ്ണിട്ട് മൂടുക. ഇതും ധാരാളം പൂവുണ്ടാകുന്ന ഒരു ചെടിയായി മാറും. അത് നമുക്ക് പിന്നെ പറയാം. ഈ തലപ്പ് കളയരുത്, കുഴിച്ചിട്ടുള്ളൂ, സ്പെയർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനമുള്ളത്. അപ്പോൾ നട്ടു, 10-ാം ദിവസം തല മുറിച്ചു. ഇതിൻ്റെ മേലെ സാഫ് വേണമെങ്കിൽ ഓരോന്നായിട്ട് പറ്റുകയാണെങ്കിൽ ഇത്രയും അധികം തൈ പറ്റുള്ളവർക്ക് പുതിയ കുറച്ചൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മേലെ സാഫ് പേസ്റ്റ് പറ്റി കൊടുത്തോളൂ, അല്ലെങ്കിൽ സ്പ്രേ ചെയ്തോളൂ, അല്ലെങ്കിൽ വെയിലുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുക കേട്ടോ. സംശയമുള്ള ആളുകൾ ചോദിക്കുക. ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ മുറിച്ച് ഒരു 4 ദിവസം കഴിഞ്ഞാൽ, മുറിച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം ഇതിൻ്റെ ഈ മുറിവായ ഉണങ്ങി കറുത്ത കളറായിട്ടുണ്ടാവും. മുറിവായ ഉണങ്ങിയതിൻ്റെ ശേഷം കടലപ്പിണ്ണാക്ക് ഒരു 1/4 കിലോ വെള്ളത്തിലിട്ടിട്ട് അത് പുളിപ്പിച്ചതിൻ്റെ ശേഷം മുന്നേ ചെയ്യുക.
ഒരു ബക്കറ്റ് വെള്ളവുമായി കൂട്ടിച്ചേർത്ത് വീണ്ടും ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് എല്ലാ ചെടികളുടെ മേലെയും ഇല വഴി തളിച്ചു കൊടുക്കുക. ഈ തളിച്ചു കൊടുത്തതിൻ്റെ അന്ന് തന്നെ ഇതിൻ്റെ കടക്കിൽ കുറച്ചുകൂടി ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടിയും അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റും കുറച്ചുകൂടി സൈഡിൽ, നേരെ കടക്കിലിടരുത്, വേരുപടൽ ഒരു 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഈ പൊടിവളം വെതറിക്കൊടുത്ത്, നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയായാലും കുഴപ്പമില്ല, വെതറിക്കൊടുത്തതിൻ്റെ ശേഷം അല്പം ഒന്ന് മണ്ണ് കൂട്ടി കൊടുക്കുക. മുറിച്ച് 3 ദിവസം 4 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ ആഴ്ചയിലും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തൈ നട്ട് 10-ാം ദിവസം ഫസ്റ്റ് പ്രൂണിങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രൂണിങ് കഴിഞ്ഞ് 15 ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ നിറച്ച് ബ്രാഞ്ചസ് വരും കേട്ടോ. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി വരാൻ തുടങ്ങും. അങ്ങനെ ബ്രാഞ്ചസ് പൊട്ടി വന്നു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൻ്റെ തലപ്പും അതിലെ ഏറ്റവും തലപ്പത്ത് വരുന്ന മുട്ടുകൾ, ആദ്യം വരുന്ന മുട്ടുകളെല്ലാം നിങ്ങളൊരു 15 ദിവസം കഴിഞ്ഞ്, ആദ്യം പ്രൂണിങ് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം വരുന്ന മുട്ടുകളൊക്കെ നിങ്ങൾക്ക് പൊട്ടിച്ച് കളയാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഓരോ ആഴ്ചയിലും നിങ്ങൾ കൃത്യമായ ജൈവവള പ്രയോഗം നടത്തി കൊടുക്കുക. അതായത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കുക, കടക്കിൽ വേപ്പ് മണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും പിന്നെ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജൂലൈ 1-ാം തീയതി നമ്മൾ നട്ട് വെച്ചാൽ എല്ലാ ആഴ്ചയുള്ള കൃത്യമായ പരിപാലനം നോക്കി വളമൊക്കെ മണ്ണ് കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുക. ഒരിക്കലും ചാണകപ്പൊടി മാത്രമായിട്ടോ എല്ലുപൊടി മാത്രമായിട്ടോ വെതറുത്, ഫംഗസ് പെട്ടെന്ന് വരും. അപ്പോൾ ട്രൈക്കോഡർമ ചേർത്തിട്ട് തന്നെ ചെയ്യണമെന്ന് ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇനി എല്ലുപൊടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ വേരിൻ്റെ അവിടെ നിന്ന് ഒരു 10-15 സെൻറ്റിമീറ്റർ ദൂരെ വെതറി കൊടുത്തിട്ട് ഉടനെ തന്നെ മണ്ണ് കയറ്റിയിട്ട് കൊടുക്കുക. ഇങ്ങനെയും ചെയ്ത് ജൂലൈ കഴിയുന്നു, ഓഗസ്റ്റും കഴിയുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഓഗസ്റ്റ് 10 കഴിഞ്ഞതിന് ശേഷം, ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്ക് കഴിഞ്ഞതിന് ശേഷം അല്പം പൊട്ടാഷ് വളം കൊടുക്കണം. ലേശം ഒരു ഘട്ടത്തിൽ പൊട്ടാഷ് വളം കൊടുക്കുക. ജൈവ പൊട്ടാഷായിട്ട് വാങ്ങാം, രാസവളമായിട്ടുള്ളതാണെങ്കിൽ അത് കൊടുക്കാം. ഇത് കൃത്യമായി കൊടുക്കുന്നതോടുകൂടി ഓഗസ്റ്റ് പകുതി കഴിയുമ്പോഴേക്കും മൊട്ടുകൾ നല്ല കരുത്തായി വരാൻ തുടങ്ങുന്നു. ആദ്യം വരുന്ന കരുത്തുള്ള 1-2 മൊട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. പിന്നെ ധാരാളം ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നെല്ലാം മൊട്ട് വരാൻ തുടങ്ങും. ഇനി നമുക്ക് ഈ മൊട്ട് വളരൽ സെപ്റ്റംബർ 5-ലേക്ക് എത്തുന്നില്ല എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതായത് അപ്പോഴേക്കും വിരിയില്ല തോന്നുകയാണെങ്കിൽ, നമ്മൾ ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞതിന് ശേഷം ഇടവിട്ട് പൊട്ടാഷ് സ്പ്രേ ആയിട്ടോ കടക്കിലോ ലൈറ്റായിട്ട് കൊടുക്കുക. ഒരിക്കലും കടയുടെ നേരെ എടുത്തിട്ട് കൊടുക്കരുത്, വിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട്, അത് നമ്മൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നല്ലൊരു രീതിയിൽ, എൻ്റെ അനുഭവമാണ് കേട്ടോ, എല്ലാവരുടെ രീതി എങ്ങനെയാണെന്ന് എനിക്ക്, എൻ്റെ അനുഭവത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗം. ഞാൻ ഇത് പറയുന്നത്, ഞങ്ങൾ 1200ഓളം തൈ ഇവിടെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം നട്ടിട്ട് ഈ 1200 തൈകളിൽ നിന്നും ഇതേ ക്രമത്തിൽ ഓണത്തിൻ്റെ ഡേറ്റ് കണക്കാക്കി നട്ടതിൻ്റെ ശേഷം പ്രൂൺ ചെയ്ത്, കൃത്യമായ പ്രൂണും കൃത്യമായ വളപ്രയോഗം, ഒരു ചെടി പോലും ചീഞ്ഞില്ല, വെള്ളം ഇറങ്ങി ചീഞ്ഞില്ല, കൃത്യമായ രീതിയിൽ വെയിലത്ത് പ്രൂൺ ചെയ്തു. സാഫൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല, വേണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഈ തലപ്പുകളും നമ്മൾ കുറേ നട്ടിരുന്നു. അപ്പോൾ ഈ തലപ്പ് നട്ടതിൻ്റെ കാര്യം, ഈ തലപ്പ് നട്ട് കഴിഞ്ഞാൽ ഈ തലപ്പും വേഗം വളർന്നിട്ട് ഉടനെ ഇതിൽ മുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നഖം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ തലപ്പ്, ഇത് പൊടിച്ച് വേരായി ചെടിയായി പോകുന്നു, പൊന്തണ സമയത്ത് ഇതിൻ്റെ തലപ്പ് പൊട്ടിച്ച് കളയുക. നഖം കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുക, അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതും നിങ്ങൾക്കൊരു സ്പെയർ ചെടിയാക്കാം. കാരണം ഏതെങ്കിലും ഒരു ചെടി ചീഞ്ഞു പോയതും വെക്കാം. ഇതിലും ധാരാളം മുട്ടുണ്ടാവും കേട്ടോ, ഈ തലപ്പിലും ധാരാളം മുട്ടുണ്ടാവും. ഇങ്ങനെ ഈ 1200 ചെടിയിൽ നിന്ന് ഏകദേശം 600-700 കിലോയുടെ അടുത്ത് പൂവ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. അത് ഓരോ പൂവ് നമ്മളെ ഉള്ളം കയ്യിൽ ഒതുങ്ങാത്ത അത്രയും വലുപ്പമായിരുന്നു. ഇനി ഓണവിപണി കഴിഞ്ഞതിന് ശേഷം, പാലക്കാടൻ ഏരിയത്തെ ആളുകളോട്, ഓണവിപണി കഴിഞ്ഞതിന് ശേഷം നമ്മളെ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ ലാസ്റ്റ് നവംബറിലേക്ക് എത്തുമ്പോൾ നമ്മളെ പൂജാ ഇതിൻ്റെ ആഘോഷം വരും, പൂജാ ആഘോഷത്തേക്കും ഈ ചെടിയെ നമുക്ക് നിലനിർത്താം. കാരണം എല്ലാ മൊട്ടും എല്ലാ പൂവും ഓണത്തിന് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ബാക്കി മൊട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ഒരു തവണ കൂടി വളം നൽകി, ഒരു പ്രൂണിങ് നടത്താനുണ്ട്, അത് നൽകി മണ്ണും വളവും കൂടി ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ ഒരു വിപണി കൂടി കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ പാലക്കാടൻ ഏരിയയിലൊക്കെ വരുന്നൊരു കല്ലറ പെരുന്നാൾ, മരിച്ച ആളുകളുടെ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തേക്കുള്ള പൂക്കൾ കൂടി, അങ്ങനെ 3 ടേം ഈ ചെടികളിൽ നിന്നും പൂവെടുക്കാൻ കിട്ടി. പക്ഷേ ശാസ്ത്രീയമായ പരിചരണം കൃത്യമായ രീതിയിൽ നൽകിയാൽ മാത്രം നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, കമൻറ്റ് ചെയ്യുക. സംശയങ്ങളുള്ള ആളുകൾ ചോദിച്ചോളൂ. താങ്ക് യു.